الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ചില സമയങ്ങളെ മറ്റു ചില സമയങ്ങളെക്കാൾ ആദരിച്ചിരിക്കുന്നു. ചില ദിവസങ്ങളെ മറ്റു ദിവസങ്ങളെക്കാൾ ആദരിച്ചിരിക്കുന്നു. ചില മാസങ്ങളെ മറ്റു ചില മാസങ്ങളെക്കാൾ ആദരിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. ചില സൃഷ്ടികളെ മറ്റു സൃഷ്ടികളെക്കാൾ ആദരിച്ചിരിക്കുന്നു. ചില വ്യക്തികളെ മറ്റു ചില വ്യക്തികളെക്കാൾ ആദരിച്ചിരിക്കുന്നു. ഇന്ന റബ്ബക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. തീർച്ചയായും നിന്റെ റബ്ബ് അവൻ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അറ്റം കാണാത്ത ഈ പ്രപഞ്ചത്തെ ഒരു സ്ഫോടനത്തിലൂടെ കോടാനുകോടി ഗ്രഹങ്ങളായി സംവിധാനിക്കുകയും എല്ലാം കത്തിജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നിനെ കെടുത്തി പച്ച പിടിച്ച ശുദ്ധവായുവുള്ള നല്ല അന്തരീക്ഷമുള്ളതാക്കി മാറ്റുകയും മറ്റൊന്നിനെ കത്തിജ്വലിച്ചതായി തന്നെ നിലനിർത്തുകയും അത് ഭൂമിയുടെ നിലനിൽപ്പിനെ അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സംവിധാനിക്കുകയും മറ്റൊരു ഗ്രഹത്തെ കണ്ണാടിയെ പോലെ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്ന രൂപത്തിൽ ഭൂമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സമയവും മാസവും വർഷവും തീരുമാനിക്കാൻ വേണ്ടി സംവിധാനിക്കുകയും കോടാനുകോടി നക്ഷത്രങ്ങളെ ഡെക്കറേഷൻ ബൾബ് പോലെ ഭൂമിക്ക് അലങ്കാരമാക്കുകയും ഒക്കെ ചെയ്ത് അപ്പൊ എല്ലാം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മാറ്റിയത്. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ കത്തിജ്വലിക്കുന്നതാക്കി, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ ജീവിക്കാൻ പാകത്തിലുള്ളതാക്കി. ഞാനിത് പറഞ്ഞത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആദരിച്ചു എന്ന് സൂറത്ത് അഹ്സാബിൽ പറയുമ്പോ ആ മുഹമ്മദിന്റെ സ്വന്തം ആളാണ് പടച്ചോൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്.
അത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു സമയങ്ങളെ, ദിവസങ്ങളെ, മാസങ്ങളെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ആദരണീയമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ അള്ളാഹു ആദരണീയമായി തെരഞ്ഞെടുത്ത ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. ഈ മാസത്തിന്റെ പേര് തന്നെ ദുൽ ഹിജ്ജ അല്ലെങ്കിൽ ദുൽ ഹജ്ജ് എന്ന, ഹജ്ജുള്ള മാസം. ആ മാസത്തെ അള്ളാഹു 4 പവിത്ര മാസങ്ങളിൽ പെട്ട മാസമായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹജ്ജുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും. ഹജ്ജ് ചരിത്ര സംബന്ധമായ ഒരു ആരാധനാ കർമ്മമാണ്. നമ്മൾ ആ 5 ഇസ്ലാം കാര്യങ്ങളിൽ നോമ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല, നമസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല, സക്കാത്തും ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഹജ്ജ് ധാരാളം പ്രവാചകന്മാരുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ ആദർശവും ത്യാഗവുമായി ബന്ധപ്പെട്ടതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം പടുത്തുയർത്തി കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളോട് ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയത്തിന് തൊട്ടടുത്തുള്ള ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്തു. വലിന്നാസി അലല്ലാഹി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യുക എന്നത് സാധിക്കുന്ന ആളുകൾക്ക് അവരുടെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പ്രഖ്യാപിച്ചത് മുതൽ ഇന്നേ വരെ നിർബാധം നിലയ്ക്കാതെ അത് തുടർന്നു വരുന്നതായിട്ടാണ് ചരിത്രത്തെ നമുക്ക് അറിയപ്പെടുന്നത്. അതൊരു ദൃഷ്ടാന്തവും കൂടിയാണ്. ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഹജ്ജ് നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തുന്ന സമയത്തൊക്കെ ഹജ്ജ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഹജ്ജിലെ ചില ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് എന്നതൊഴിച്ചാൽ ഹജ്ജ് നിലനിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളംബരം ചെയ്ത ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹജ്ജ് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹജ്ജ് കർമ്മത്തിന് അതൊരു ദൃഷ്ടാന്തമാണ് വിശ്വാസികൾക്കുള്ള. ഹജ്ജ് കർമ്മത്തിന് മഹത്തായ സന്ദേശമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ജീവിച്ചത്, ആ ആദർശമാണ് ഹജ്ജിന്റെയും സന്ദേശം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗം അനുഷ്ഠിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ആ ആദർശത്തിന് വേണ്ടി നിലനിന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഒരു ഇബാദത്ത് നിശ്ചയിക്കുമ്പോൾ ആ ഇബാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം റബ്ബിന്റെ ഏകത്വം സ്ഥാപിക്കുക എന്നത് മാത്രമാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക, മറ്റൊരു സൃഷ്ടിയുടെ പ്രീതിക്ക് വേണ്ടിയല്ല. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി തൽബിയത്ത് ചെല്ലുന്നതിനെ കുറിച്ച് തൗഹീദ് പ്രഖ്യാപിച്ചു എന്ന. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായത് അതിന്റെ തൽബിയത്താന്ന് നമുക്കറിയാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതാ ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരില്ല, കൂറുകാരില്ല. ഇന്നൽ ഹംദ വൻ നിഅമത ലക, എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാണ്, നിനക്കുള്ളതാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനില്ല, എല്ലാ അധികാരവും നിനക്കാണ്. ഇത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വക്രതയില്ലാത്ത മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കർമ്മങ്ങളും വളരെ കൃത്യമായി തൗഹീദ് സ്ഥിരപ്പെടുത്താനും ശുദ്ധമായി റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, അവന് മനസ്സ് സമർപ്പിക്കുന്ന അടിമകളാക്കി തീർക്കാനുമുള്ള കർമ്മങ്ങളാണ് എല്ലാ കർമ്മങ്ങളും. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും, ഹജ്ജിന്റെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ
അറഫ ദിനത്തിന്റെ അന്ന് തക്ബീർ തുടങ്ങുന്നത് വരെയുള്ള സമയം മുഴുവൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം മാത്രം, അള്ളാഹുവിന്റെ മഹത്വം മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹുവിൽ നിന്ന്, അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരവസ്ഥ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഹജ്ജ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഹജ്ജിൽ കഅബ തവാഫ് ചെയ്ത് 7 തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. ആ സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ളത് സൂറത്തുൽ കാഫിറൂൻ ഓതണമെന്നാണ്. രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്താക്കിയിട്ടുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. എന്തിനാണത്? അത് ഇന്നത്തെ സമൂഹത്തെ കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ അസ്തിത്വ പ്രതിസന്ധി നേരിടുകയും ഞങ്ങൾ ഭീഷണിയിലായി പോകുമോ, ഞങ്ങൾ അപകടത്തിലായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് എല്ലാ ജാതി മതസ്ഥരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ശുദ്ധ കറകളഞ്ഞ മതേതരത്വത്തിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കുറെ ആളുകളുണ്ട് മുസ്ലിം സമൂഹത്തില്. നമ്മള് മുസ്ലിമായിട്ട് ജീവിക്കുക, മുസ്ലിം അവന്റെ വിശ്വാസാചാരങ്ങൾ നിലനിർത്തുക, ഹിന്ദു ആയിട്ട് ജീവിക്കുക, അവന്റെ വിശ്വാസാചാരങ്ങൾ നിലനിർത്തുക, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, അവന്റെ ആദർശങ്ങൾ നിലനിർത്തുക. എന്നിട്ട് മനുഷ്യർ എന്നുള്ളവർക്ക് സൗഹൃദത്തോടുകൂടി ജീവിക്കുക. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം അവന്റെ മനസ്സിലാണ്, അവന്റെ സമർപ്പണം അവന്റെ മനസ്സിലാണ്, അവന്റെ ഇബാദത്ത്. ഒരു മുസ്ലിം 5 നേരം നിസ്കരിക്കുന്നു എന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുനോ ഒരു തകരാറും വരാനില്ല. അവർക്ക് ഗുണമല്ലാതെ ഒരു ദോഷം അതുകൊണ്ട് വരാനില്ല. ഒരു വിശ്വാസി അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ ഒരു ദോഷവും വരാനില്ല. ഒരു മുസ്ലിം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഗുണമല്ലാതെ ഒരു ദോഷവും ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ വരാനില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ട് മറ്റൊരു മതസ്ഥൻ ഒരു ഉപദ്രവം വരാനില്ല. ഹിന്ദുവായിട്ട് ജീവിക്കട്ടെ, ക്രിസ്ത്യാനിയായി ജീവിക്കട്ടെ. പക്ഷെ ഇവിടൊക്കെ ഈ സമൂഹങ്ങളൊക്കെ നിലനിർത്തിയത് അള്ളാഹുവാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായി നിലകൊള്ളുകയും മനുഷ്യർ എന്നുള്ള നിലക്ക് സൗഹൃദം നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ നിലനിൽപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഞങ്ങളുടേതായി ഏറ്റെടുത്തുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന്റെ സന്ദേശം. ആർക്കറിയാതെ? ഖുർആൻ അറിയോ സമൂഹത്തിന്? സൂറത്തുൽ കാഫിറൂൻ അവതരിക്കാൻ ഒരു കാരണമുണ്ട് എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് പഠിപ്പിച്ചപ്പോ അതുവരെ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ലാത്തയും ഉസ്സയും മനാത്തയും തുടങ്ങി വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നിരുന്ന ആളുകൾ മുഹമ്മദ്, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നീ അത് ആരാധിക്കരുത് എന്ന് പറയാതെ നീ അതുമായിട്ടൊന്ന് സഹകരിക്കുക. പ്രപഞ്ച സൃഷ്ടാവായ നാഥനെ നീ ആരാധിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഞങ്ങളും പങ്കുചേരാം. അങ്ങനെ നമുക്കൊന്നൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ഖുൽ, പ്രഖ്യാപിക്കൂ പ്രവാചകരെ, യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ട് അവസാനം പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുവിനെ മേലിൽ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന ഏക റബ്ബിനെ മാത്രം നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് എന്റെ മതം. അങ്ങനെ മനുഷ്യരായിട്ട് ജീവിക്കാം. വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദാ പ്രഖ്യാപിച്ചത്, കറകളഞ്ഞ തൗഹീദ്.
ആ മാർഗത്തിൽ ഷഹീദാകേണ്ടി വന്നാൽ അതാണ് ഒരു മനുഷ്യന് ഗുണം. ആ ആദർശം കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ റബ്ബിന് കീഴൊതുങ്ങാതെ, റബ്ബിനെ അംഗീകരിക്കാതെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആദർശവും നിലപാടുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് ശുദ്ധ മുവഹിദായിക്കൊണ്ട് രക്തസാക്ഷിയാവില്ല, മരിക്കലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രഖ്യാപനമാണ് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നത്. ഞങ്ങൾ ദീനിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ മരണം വരെ മുവഹിദായി ജീവിക്കുമെന്ന പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ സൂറത്ത് ആ സൂറത്ത് അർത്ഥസഹിതം പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനില്ല. ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം അവരോട്, ഹുവ, കാര്യം അല്ലാഹു അഹദ്, ആരാധ്യൻ ഏകനാണ്, അഹദാണ്, മറ്റൊരാരാധ്യനില്ല. അല്ലാഹു സ്വമദ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും ഒരു സൃഷ്ടിയുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു. അങ്ങനെ മറ്റാരാളുള്ളത്? ഒരു സൃഷ്ടി ആരാധ്യനുള്ളു. പിന്നെ ലം യലിദ്, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. അപ്പൊ ഭൂമിയിലുള്ള ജനിച്ചവരൊന്നും ദൈവമാകാനും ആരാധ്യനാകാനും യോഗ്യനല്ല. ജനിപ്പിച്ചവരൊന്നും, പിതാവായവരൊന്നും ആരാധ്യനാവാൻ യോഗ്യരല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെയില്ല. നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒന്നുപോലെയുമല്ല അള്ളാഹു. ഈ പ്രപഞ്ചത്തിൽ പല ശക്തികളും കണ്ടിട്ട് ആ ശക്തിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ശക്തിയുടെ രൂപവും ഭാവവും ഒക്കെ സങ്കല്പിച്ച് രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ നിങ്ങൾ സങ്കല്പിക്കുന്ന രൂപത്തിലുള്ള, ഭാവനയിൽ കാണുന്ന രൂപത്തിലുള്ള ഒന്നുപോലെയുമല്ല അല്ലാഹു. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെയുള്ളത് ഒന്നുപോലുമില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാരാധ്യൻ, എന്തൊക്കെ വസ്തുക്കളെ ആരാധിക്കുന്നുവോ മനുഷ്യർ, ഏതൊക്കെ വസ്തുക്കളെ ദൈവമായി കാണുന്നുവോ, ഏതൊക്കെ സൃഷ്ടികളോട് തേടുന്നുവോ, അതൊന്നും തേടപ്പെടാനും ആരാധിക്കപ്പെടാനും അർഹരല്ല എന്ന് വളരെ കൃത്യമായി തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ രണ്ടാമത്തെ സന്ദേശം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുമ്പോ 100,000-ലധികം ആളുകൾ പിന്നിലുണ്ട്, റസൂലിന്റെ കൂടെ ഉണ്ട്. റസൂൽ ഇങ്ങനെ പറയാണ്, ഖുദൂ അന്നി മനാസിക്കക്കും, ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ഓരോ കാര്യങ്ങളും ചെയ്തങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോ ഈ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന്റെ ഷർത്തുകളും വാജിബാത്തുകളും അതുപോലെ തന്നെ മഫ്റൂദാത്തുകളും ഒക്കെ ഇങ്ങനെ പഠിച്ച് പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അതൊക്കെ എല്ലാം കൂടി എങ്ങനെയാണ് ഇത് വാജിബാത്ത് മാറിപ്പോവോ, അതുപോലെ തന്നെ അതിന്റെ അർക്കാനുകൾ മാറിപ്പോവോ എന്നിങ്ങനെ ടെൻഷൻ അടിക്കുക. അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്ന് ഓരോന്നങ്ങ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ആ ചെയ്യുന്നത് പോലെ സഹാബികൾ ചെയ്തു. അങ്ങനെ അത് തന്നെയാണ് ഹജ്ജ്. കുറെ കാര്യങ്ങൾ അങ്ങനെ എണ്ണി പഠിക്കാനൊന്നുമില്ല ഹജ്ജില്. അവിടെ അമീറമാര് എങ്ങനെയാണോ ചെയ്യുന്നത്, നിർവഹിക്കുന്നത്, അതുപോലെ നിർവഹിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ ആയിരിക്കണം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ ഓരോ കർമ്മങ്ങളും എന്നിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞത്? അത് ഹജ്ജിനെ കുറിച്ച് മാത്രമല്ല റസൂലുള്ള പറഞ്ഞത്. റസൂൽ നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ തന്നെയാ പറഞ്ഞത്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാം. റസൂലിന്റെ മുമ്പിൽ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അതുപോലെ ചെയ്യാം. എന്തിനാണ്? ദീന് പഠിപ്പിക്കാൻ അള്ളാഹു, ദീനിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ അള്ളാഹു നിയോഗിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്, നിങ്ങൾ എന്നിൽ നിന്നാണ് ആരാധനാ കർമ്മങ്ങളും മറ്റ് പെരുമാറ്റ രീതികളും സ്വഭാവ മര്യാദകളും. എന്നിട്ട് എല്ലാ വിഷയങ്ങളിലും പെർഫെക്റ്റ് ആയിരുന്നല്ലോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, ആരാധനാ രീതികളുടെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, പരീക്ഷണങ്ങളെ നേരിടുന്ന കാര്യത്തിൽ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ മാതൃക കാണിച്ചു കൊടുക്കുന്നതിൽ പെർഫെക്റ്റ് ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, അള്ളാഹുവിൽ നിന്ന് എനിക്ക് എന്താണോ വഹി കിട്ടുന്നത് അത് പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ള വിശ്വസിക്കുന്ന വിശ്വാസം അള്ളാഹു കൽപ്പിച്ച വിശ്വാസം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം, ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും ചെയ്യുകയാണെങ്കിലോ നിന്നെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ താക്കീത്, അതും ഖുർആനിലാണ്. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം മതത്തിൽ വല്ലതും പഠിപ്പിക്കുക, വല്ല ആചാരമോ വിശ്വാസമോ പഠിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയാ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ, നമ്മുടെ മേൽ അദ്ദേഹം വല്ലതും കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കിയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തിന്റെ വലതു ഭാഗം നാം പിടിക്കും, സുമ്മ ലഖതഅനാ മിൻഹുൽ വത്തിൻ, ജീവനാടി മുറിച്ച് ശിക്ഷിക്കും. അത് അള്ളാഹുവിന്റെ താക്കീത. ആരോട്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്നിട്ട് യാ അയ്യുഹർ റസൂലു, ദൂതരെ, പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന് എന്താണോ താങ്കൾക്ക് കിട്ടുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ദീന്, അതിന്റെ വിശ്വാസാചാരങ്ങള്, അനുഷ്ഠാനങ്ങളൊക്കെ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല, അത് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ വിശ്വാസമായി പഠിപ്പിച്ചോ അത് തന്നെ ലോകാവസാനം വരെ വിശ്വാസമായി നിലനിൽക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ആചാരങ്ങൾ പഠിപ്പിച്ചോ ആ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയായിരിക്കണം ലോകാവസാനം വരെ ദീനിന്റെ ആചാരാനുഷ്ഠാനങ്ങളായി നിലനിൽക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഖുദു അന്നി മനാസിക്കക്കും എന്ന് പറഞ്ഞതും സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞിട്ടുള്ളതും. ഇവിടെ ദീന് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് തോന്നുന്നതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണല്ലോ. ഈ വിഡ്ഢികളായ, ഖുർആൻ എന്താണെന്ന് അറിയാത്ത, ഹദീസ് എന്താണെന്ന് അറിയാത്ത, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത, മുസ്ലിം ആണെന്ന് പറയുന്ന വിഡ്ഢികളായ കൗമിനെ പറ്റിക്കാൻ പറ്റുന്ന രൂപത്തിൽ മറ്റൊരു കൗമിനെ ഇന്ന് പറ്റിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു ചങ്ങായി വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക എന്നൊരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അള്ളാന്റെ ദീനിൽ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് തഖ്വ കൂടുതലുള്ള ഒരാളാണെന്ന് തോന്നുകയാണ്, അയാളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാം. അവിടെ റസൂലുള്ള ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിക്കുക, പ്രതിഫലം പറ്റാൻ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൗമിനെ അങ്ങനെ പറ്റിക്കാൻ സാധിക്കുന്നത്, വഞ്ചിക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഖുർആൻ എന്താണെന്ന് അറിയില്ല, ദീൻ എന്താണെന്ന് അറിയില്ല, പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദ് എന്താണെന്ന് അറിയില്ല, പ്രവാചകന്മാര് പഠിപ്പിച്ച മാർഗം എന്താണെന്ന് അറിയില്ല. ഈ ഒരു അവസ്ഥയിലാണ് സമൂഹം ഉള്ളത്. എന്താണ് ഹജ്ജിന്റെ സന്ദേശം? കൃത്യമായിട്ട് ഒന്നാമത്തെ സന്ദേശം തൗഹീദ് കൃത്യമായിരിക്കണം ജീവിതത്തിൽ. ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ മരിക്കേണ്ടി വന്നാൽ മരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം, ദീന് കൈയൊഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ. അതാണ് തൗഹീദ്, ഈ ഹജ്ജിന്റെ സന്ദേശം. രണ്ടാമത്തത് പ്രവാചകന്മാരെ വളരെ കൃത്യമായി എന്താണോ ആ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം, എന്താണോ ആ പ്രവാചകന്മാര് പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങൾ, അത് മനുഷ്യർക്ക് ഗുണകരമല്ലാത്തതൊന്നും അതിലുണ്ടാവില്ല. മനുഷ്യർക്ക് ഗുണകരമല്ലാത്ത, മനുഷ്യർക്ക് മാനസികവും ശാരീരികവുമായ കരുത്തും ശക്തിയും നൽകുന്ന, മനുഷ്യർക്ക് എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്ത് നൽകുന്നതല്ലാത്തതൊന്നും ദീനിന്റെ വിശ്വാസാചാരങ്ങളായിട്ടില്ല. മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതൊന്നും അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച ദീനിലില്ല. ആ നിലക്ക് ദീനിനെ സ്വീകരിക്കണം എന്നതാണ് ഹജ്ജിന്റെ രണ്ടാമത്തെ സന്ദേശം. അതാണ് ഖുദു അന്നി മനാസിക്കക്കും എന്ന് പഠിപ്പിച്ചതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാർത്ഥ താല്പര്യപ്രകാരം വല്ലതും പ്രവർത്തിച്ചാൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ താക്കീത് നൽകുക. ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് ഖുൽ, നബിയെ ജനങ്ങളോട് പ്രഖ്യാപിക്കൂ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ഖുൽ, നബിയെ ജനങ്ങളോട് പറയുക, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു,
ഇൻ അസൈതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെതിരെ പ്രവർത്തിച്ചാൽ അദാബ യൗമിൻ അളീം, ഗൗരവമേറിയ ഗുരുതരമായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കൂ നബിയെ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ പോലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ വിശ്വാസാചാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. ആ വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കലും ജനങ്ങളെ ചൂഷണം ചെയ്തില്ല, ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചു തരാം, നിങ്ങൾ എനിക്ക് പണം തരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, റസൂലിന്റെ സുന്നത്ത് എന്താണോ അത് റസൂൽ സഹാബത്തിന് പഠിപ്പിച്ച വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിക്കുക. ഇതാണ് ഹജ്ജിന്റെ വളരെ പ്രധാനമായ ലക്ഷ്യം. അതുപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, സൂറത്ത് അൽ ബഖറയിലെ ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചിരുന്നു. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൽ പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഒരുക്കുന്ന യാത്രാ ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായത് തഖ്വയാകുന്നു. അപ്പൊ തഖ്വയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുക എന്നതാണ് ഹജ്ജിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ടുള്ള. അപ്പം തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, പ്രവാചകന്മാരെ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ഇതാണ് ഹജ്ജിന്റെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ, അള്ളാഹു ഉപരിലോകത്തു നിന്ന് ഒരു അനുഗ്രഹവും വർഷിപ്പിച്ചിട്ടില്ല. ഇല്ലാ അസ്ലഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിറുൻ, ജനങ്ങളിൽ ഒരു വിഭാഗം അത് മുഖേന കാഫിറായിട്ടല്ലാതെ, സത്യനിഷേധികളായിട്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, ചില അനുഗ്രഹങ്ങൾ ചില ആളുകൾക്ക് ഗുണകരമായിരിക്കും, മറ്റു ചില ആളുകൾക്ക് അത് ശിക്ഷയായിരിക്കും, പ്രയാസകരമായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് തിരിച്ചറിയുകയും അത് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യേണ്ടത് വിശ്വാസികളാണ്. റസൂൽ തിരുമേനി എന്നിട്ട് പറഞ്ഞു, യഖൂലൂന, അവര് പറയുന്നു, മുത്തിർന ബിനൗഇൻ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കാരണം ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന്. അങ്ങനെ പറയുന്നവൻ കാഫിറാണ് എന്നാണ്, സത്യനിഷേധിയാണ്. പ്രകൃതിയെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും സംവിധാനിച്ചതും പ്രകൃതിക്ക് നിയമങ്ങൾ നിശ്ചയിച്ചതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയല്ലാതെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാല മുത്തിർനാ ബിനൗഇൻ കദാ വകദാ, ഇന്നാൽ ഇന്ന ഞാറ്റുവേല കാരണം മഴ വർഷിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വഖദ് കഫറ, അവൻ കാഫിറായിരിക്കുന്നു. അപ്പൊ ഈ ഞാറ്റുവേലയാണ് മഴ പെയ്യിക്കുന്നത് എന്നോ, പല ഞാറ്റുവേലകളും മഴ പെയ്യാതെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് പ്രകൃതി സംവിധാനിച്ചത്, അതിന് നിയമം നിശ്ചയിച്ചത്, എവിടെ പെയ്യണം എവിടെ പെയ്യരുത് എന്ന് തീരുമാനിച്ചത് ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്ന് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ പ്രയാസകരമായി തീരുന്നൊരവസ്ഥയുണ്ടാവും. ആ പ്രയാസകരമായി തീരുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അത് മുഖേനയും മനുഷ്യൻ പാപം സമ്പാദിക്കുന്നവരായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ തസുബ്ബു ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. വഅനദ്ദഹ്റു, ഞാനാകുന്നു കാലത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരപ്രദമായ സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടും. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഏതൊരു അനുഗ്രഹവും, ചിലപ്പോ ഇന്ന് വിവാഹം നിശ്ചയിച്ച ഒരാൾക്ക് ശക്തമായ മഴ പെയ്യുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും. എന്നാൽ മഴ പെയ്യാതിരുന്നാൽ അതുകൊണ്ടുള്ള പ്രയാസത്തെ നമുക്കറിയാലോ. അപ്പൊ ഏതൊരു അനുഗ്രഹത്തെ കുറിച്ചും അള്ളാഹുവിനോട്
അള്ളാഹുവിനോട് അതിന്റെ നന്മയെ ചോദിക്കുക, അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷ തേടുക എന്നതല്ലാതെ ഒരിക്കലും ഈ പ്രകൃതിയെയോ അള്ളാഹുവിനെയോ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. പ്രകൃതിയെ ചീത്ത പറയുന്നത്, കാലത്തെ കുറ്റം പറയുന്നത്, ആക്ഷേപിക്കുന്നത്, എടങ്കേറ് പിടിച്ച മഴ, ഒടുക്കത്തെ മഴ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നത് അള്ളാഹുവിനെ ചീത്ത പറയുന്നത് തുല്യമാണ്. കാരണം അനദ്ദഹ്റു, ഞാനാകുന്നു കാലത്തെ സംവിധാനിച്ചത് എന്ന്. അതുകൊണ്ട് ലാ തസുബ്ബു ദഹ്റ, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രയാസകരമാകുമ്പോൾ അള്ളാഹുവെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രയാസത്തിൽ അകപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കുക. ഇതൊക്കെ അല്ലാതെ കാലത്തെയോ അള്ളാഹുവിനെയോ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. പിന്നെ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ദുൽഹിജ്ജ മാസത്തിൽ ബലികർമ്മം ഉദ്ദേശിക്കുന്ന ആളുകള് ദുൽഹിജ്ജ മാസം കണ്ടത് മുതൽ ബലികർമ്മം നിർവഹിക്കുന്നത് വരെയുള്ള സമയത്ത് നഖവും മുടിയും നീക്കാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഞാൻ നീക്കിപ്പോയാൽ ബലികർമ്മത്തിന്റെ സ്വീകാര്യതയ്ക്ക് തകരാറൊന്നും പറ്റുന്നില്ല. പക്ഷെ അതൊരു സുന്നത്തായിട്ട് റസൂലുള്ള നിശ്ചയിച്ചതാണ്. എന്ത്? ആ നഖവും മുടിയും ഈ ബലികർമ്മം ഉദ്ദേശിച്ച ആളുകൾ, നിയ്യത്താക്കിയ ആളുകൾ നീക്കാൻ പാടില്ല എന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ബലികർമ്മം നിയ്യത്താക്കുന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നഖവും മുടിയും നീക്കാതിരുന്നാലും മതി. അപ്പൊ അതൊരു സുന്നത്തായ ഒരു കാര്യമായിക്കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം, നമ്മളെ മദ്രസ നാളെ തുറക്കുകയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് മദ്രസ പഠനം വളരെ അനിവാര്യമാണ്. മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ ഈ പഴഞ്ചൻ രീതിയിൽ നിന്ന് എന്ന് പറഞ്ഞാല് പറഞ്ഞ രൂപത്തില് ഫർളും സുന്നത്തും ഷർത്തും ഒക്കെ എണ്ണി പഠിപ്പിക്കുന്ന ആ രീതിയിൽ നിന്ന് കുട്ടികൾക്ക് ബുദ്ധിപരമായി ദീനെന്താണ്, എന്തിനാണ് ദീനനുസരിച്ച് ജീവിക്കുന്നത് എന്ന് പഠിപ്പിക്കേണ്ടുന്ന അത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ്. പല കാരണവശാൽ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അത് വീക്കെൻഡില്, ഒഴിവ് ദിവസങ്ങളിൽ, ശനിയും ഞായറും മാത്രം, അതുപോലെ തന്നെ മറ്റ് സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലാക്കാൻ തീരുമാനിച്ചിട്ട്, അപ്പോൾ നമ്മൾ ദീന് നിലനിൽക്കുന്നത് നമ്മുടെ മക്കള് ദീനനുസരിച്ച് വളരുമ്പോഴാണ് എന്ന ബോധത്തോടു കൂടി ആ ഗൗരവം നമ്മൾ മദ്രസക്ക് നൽകുക. അള്ളാഹു ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ, ദൗർഭാഗ്യകരമായ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കരുത് റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, യഥാർത്ഥ ദൃഢമായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവ്, ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, രണ്ട് ലോകത്തിന് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.